എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജ്വല്ലറി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതാ ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള റീജൽ ജ്വല്ലറിയിലേക്ക് ഗ്രൂപ്പിലേക്ക് അനേകം ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ, സിനിമാ നടി മഞ്ജു വാര്യർ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ യുവാക്കൾക്ക് മികച്ച അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം പോസ്റ്റുകളിലേക്ക് കുറച്ചധികം തന്നെ വേക്കൻസികൾ അവൈലബിൾ ആണ്. മികച്ച സാലറി, അക്കോമഡേഷൻ ഉൾപ്പെടെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഈ കമ്പനി നൽകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, അതേപോലെ തന്നെ ഹോൾസെയിൽ കമ്പനിയും കൂടെയാണ്, ജ്വല്ലറിയാണ് റീജൽ ജ്വല്ലറി. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ശേഷം അതിലേക്ക് ആർക്ക് അപേക്ഷിക്കാം എന്നുള്ളത് പറയാം, എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഞാൻ പറയാം. ഇതിലേക്ക് ആദ്യം CV സെലക്ഷൻ ആയിരിക്കും വരിക. CV സെലക്ഷൻ പാസ്സാവുന്നവരെയായിരിക്കും കമ്പനി ഇൻ്റർവ്യൂയിലേക്ക് ക്ഷണിക്കുക. കമ്പനി ഡയറക്റ്റാണ് ആളുകളെ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം റീജൽ ജ്വല്ലറിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ആൻഡ് ഹോൾസെയിൽ സെല്ലറായിട്ടുള്ള റീജൽ ജ്വല്ലറിയിലേക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ട്രെയിനി, ടെലികോളിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ യുവാക്കൾക്ക് അവസരമുള്ളത്. ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ടെന്ന് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സാലറി കാര്യങ്ങൾ ഉണ്ടാകും. എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 3 മാസമോ 6 മാസമൊക്കെ ഒരു പ്രൊഫഷൻ പീരിയഡ്, അല്ലെങ്കിൽ പ്രൊഫഷൻ പോലെയായിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ ഉണ്ടാവുക. അധികം പ്രതീക്ഷിക്കരുത്. അതേപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, അക്കൗണ്ടന്റ്, ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് മിനിമം 1 വർഷം മുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർക്ക് കൂടുതൽ മുൻഗണന. മറ്റു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാലറി കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ജ്വല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ് കാറ്റഗറിയിൽ പെടുത്തുന്നത്. അല്ലാത്ത എല്ലാവരെയും സെയിൽസ് എക്സിക്യൂട്ടീവ് ഫ്രഷർ എന്ന കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും പെടുത്തുക. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ ഈ ഫ്രഷർ കാറ്റഗറിയിലേക്ക് എടുക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു 35 വയസ്സ് വരെയൊക്കെ എടുക്കുമെന്ന്. എന്നാൽ പ്രായപരിധി കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇവിടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ അക്കൗണ്ടന്റ്, ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലൊക്കെ മിനിമം 1 വർഷം മുതൽ എക്സ്പീരിയൻസ് ഉള്ള, അത് ഏത് മേഖലയിലാണെങ്കിലും കുഴപ്പമില്ല, മിനിമം 1 വർഷം മുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് പരിഗണിക്കുന്നത്. സെയിൽസ് മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മാത്രമേ ഫ്രഷേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുന്നുള്ളൂ. ഒരു വേക്കൻസികളിലേക്കുമുള്ള സാലറി കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് CV സെലക്ഷൻ ഉണ്ടായിരിക്കും, ശേഷമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. കേരളത്തിലെ ഒട്ടുമിക്ക ഇവരുടെ ജ്വല്ലറി ഷോറൂമുകളിലേക്കും വേക്കൻസികൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാത് മേഖലയിലുള്ളവരെ ആയിരിക്കും, അതായത് ആ ജ്വല്ലറിയുടെ അടുത്ത് ഭാഗത്തുള്ള ആളുകളെ ആയിരിക്കും ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എങ്കിൽ പോലും കമ്പനി അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾക്ക് വേറെ ഏത് ജില്ലയിലും ജോലി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല. ഈ ഒരു മേഖലയിൽ, ഈ ഒരു റീജൽ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കമ്പനി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. ജോലിക്ക് പോകുന്നവർക്ക്, ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു അറിവായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ ഇമെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കോ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഏത് മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഈ CV അയച്ചു കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ കൊടുക്കുകയോ ചെയ്താൽ മതി. ശേഷം CV സെലക്ഷനിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ജോലികൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ജ്വല്ലറി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ്. അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകേണ്ട.